أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാന മുഹമ്മദ്. ഉസ്താദിൻ്റെ 3-ാം ക്ലാസ്സിലെ പൊന്നുമക്കളെ, എല്ലാവർക്കും സന്തോഷമല്ലേ? ഹാപ്പി അല്ലേ? എല്ലാവരും തല മറച്ചല്ലേ ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ വീഡിയോ കാണുന്ന, ക്ലാസ് കാണുന്ന ഫോണില്ലേ, ഒരൽപ്പം മുന്നോട്ട് വെക്കണം കേട്ടോ. പറ്റ അടുത്ത് വെക്കരുതേ കേട്ടോ, കണ്ണിനൊക്കെ കംപ്ലൈൻറ്റ് വരും. ഒരൽപ്പം ബേക്കോട്ടിരിക്കുക. ഓക്കെ? പിന്നെന്തൊക്കെയാ, ചായയൊക്കെ കുടിച്ചോ? കുടിച്ചു അല്ലേ? ഇന്ന് എഴുന്നേറ്റ സമയത്ത് ദിക്ർ ചൊല്ലിയോ? മാഷാ അല്ലാ, ചൊല്ലി. ഇനി നമുക്ക് ഒരുപാട് ദിക്റുകളൊക്കെ പഠിക്കാനുണ്ട്. എളുപ്പമുള്ള ദിക്റുകളാണ്, ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല. ഒക്കെ സിമ്പിളായിട്ടുള്ള ദിക്റുകളാണ്. അതൊക്കെ നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരായതുകൊണ്ട് ഉസ്താദിന് വളരെ സിമ്പിളാണ്. കാരണം എല്ലാവരും നല്ല മക്കളാണ്, പെട്ടെന്ന് പഠിക്കുന്ന, നല്ല ബുദ്ധിയുള്ള, നല്ലോണം അധ്വാനിക്കുന്ന മക്കളാണ് അല്ലേ? നമ്മുടെ സഹിലമോളും ഉപ്പയും ഒരു ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോവാ. നടന്ന് ടൗണിൻ്റെ ഒരു ഭാഗത്തെത്തി. അവിടെ വേസ്റ്റ് വെള്ളം ഒഴുകുന്ന ഒരു ഓവുചാലുണ്ട്. അതിൻ്റെ അടുത്ത് നിന്ന് വല്ലാത്ത ദുർഗന്ധമുണ്ട്. സഹില മോളെ വല്ലാതെ കൊതുക് കടിച്ചു. നിങ്ങൾക്ക് കൊതുക് കടിക്കാറുണ്ടോ മക്കളെ? ഉണ്ടോ? എപ്പോഴെങ്കിലും കൊതുക് കടി കിട്ടിയവർ ഒന്ന് കൈപൊന്തിക്കൂ. ഉണ്ടല്ലേ? നല്ല രസമല്ലേ? ആണോ? കടി അങ്ങോട്ട് കിട്ടുമ്പം അടിക്കൂല നമ്മൾ, എന്നിട്ടോ ഇങ്ങനെ കളിക്കൂലേ? സഹില മോളെ വല്ലാതെ കൊതുക് കടിച്ചു. അവൾ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, അവിടെയും ഇവിടെയൊക്കെ അടിക്കാൻ തുടങ്ങി. ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, എന്തുകൊണ്ടാണ് കൊതുകുകൾ ഇങ്ങനെ കൂടുതലായി ഉണ്ടാവുന്നത്? അപ്പോൾ ഉപ്പ പറഞ്ഞു, മലിനജലം കെട്ടി നിൽക്കുമ്പോൾ അവിടെ കൊതുകുകൾ മുട്ടയിട്ട് വിരിയുന്നു, അങ്ങനെ കൊതുകുകൾ പെരുകുന്നു. സഹലമോൾ ചോദിച്ചു, ഉപ്പ, കൊതുക് കടിച്ചാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? അപ്പോൾ ഉപ്പ പറഞ്ഞു കൊടുത്തു, ചില കൊതുകുകൾ കടിച്ചാൽ വലിയ വലിയ രോഗങ്ങളുണ്ടാകും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലമ്പനി
തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ കൊതുകിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ സഹിലമോൾ കുഞ്ഞു മോളാണ്. 3-ാം ക്ലാസ്സിലെ ഒരു കൊച്ചുമിടുക്കിയാണ്. അവൾ ചോദിച്ചു, ഉപ്പ, ഈ കൊതുകുകളെ എങ്ങനെയാണ് നമുക്ക് തുരത്താൻ പറ്റുക? കൊതുകുകളെ എങ്ങനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും? കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? അപ്പോൾ സഹില മോൾക്ക് ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, വീടും പരിസരവുമൊക്കെ വൃത്തിയുള്ളതായാൽ അത്തരം രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. മക്കളെ, നിങ്ങളെ വീടും പരിസരമൊക്കെ വൃത്തിയുള്ളതാണോ? ആണല്ലേ? ആണ്. നമ്മളൊക്കെ ഈ അടുത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു അല്ലേ? അന്ന് നമ്മുടെ SYSൻ്റെ ഒക്കെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടും പരിസരവും അങ്ങാടികളും ഒക്കെ ശുദ്ധീകരിച്ചു. നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും ശുദ്ധീകരിക്കണം, എപ്പോഴും വൃത്തിയുള്ളതാവണം. ഓക്കെ? അതിന് നമ്മളെന്ത് ചെയ്യണം മക്കളെ? നമ്മൾ വീട്ടിലുള്ള വേസ്റ്റുകളൊന്നും പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയരുത്. അതൊക്കെ സംസ്കരിക്കേണ്ട രൂപത്തിൽ സംസ്കരിക്കണം കേട്ടോ. വേണ്ടാത്ത സാധനങ്ങളൊക്കെ എവിടേക്കെങ്കിലും വലിച്ചെറിയാനുള്ളതാണോ? ആണോ? അല്ല. പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും വലിച്ചെറിയരുത്. അതൊക്കെ വലിച്ചെറിഞ്ഞാൽ വലിയ വലിയ പ്രയാസങ്ങളുണ്ടാകും. നമുക്കും ഉണ്ടാകും, നമ്മുടെ ശേഷം വരുന്ന തലമുറകൾക്കും ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീട്ടിൻ്റെ അടുത്തു കൂടെ ഒഴുകുന്ന തോടും പുഴയും എല്ലാം വൃത്തിയുള്ളതാക്കണം. നമ്മളൊക്കെ നല്ല മനസ്സോടെ നല്ല രൂപത്തിൽ പ്രകൃതിയെ ഒക്കെ സംരക്ഷിച്ച് രംഗത്തിറങ്ങിയാൽ വരുന്ന തലമുറകൾക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ ഇവിടെ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വൃത്തിയും ശുദ്ധിയും അങ്ങനെയാണ് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ ആരാണ്? വൃത്തിയുള്ളവരാണ് അല്ലേ? ഓക്കെ. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന അതേതാന്ന് മക്കൾക്കറിയോ? ഏതാ? 5 നേരത്തെ നിസ്കാരം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യണം അല്ലേ? അപ്പോൾ ശരീരവും വസ്ത്രവുമൊക്കെ നജസിൽ നിന്നും അശുദ്ധിയിൽ നിന്നുമൊക്കെ ശുദ്ധിയാവണം. അത് നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അതുപോലെ ശരീരവും വസ്ത്രമൊക്കെ നജസിൽ നിന്നും ശുദ്ധിയാവണം. ഇത് നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ്. ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ നിസ്കാരം സഹിയാവുകയുള്ളൂ. ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. നജസോടുകൂടെ നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവില്ല. ഇനി അശുദ്ധി എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്ത അവസ്ഥ. ഇത് 2 വിധമാണ്, 2 രൂപത്തിലാണ്. ഒന്ന് വലിയ അശുദ്ധി, മറ്റൊന്ന് ചെറിയ അശുദ്ധി. ഒന്ന് പറയൂ. വലിയ അശുദ്ധി. മറ്റൊന്നോ? ചെറിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനോ? കുളിക്കണം. ഒന്നുകൂടി ഉസ്താദ് ചോദിക്കുകയാണേ, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. വുളൂ ചെയ്യണം.
വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാനോ കുളിക്കണം. ഓക്കെ, ശുദ്ധിയില്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ? ഇല്ല. നജസോട് കൂടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുമോ? ഇല്ല അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിനി കിതാബിലൂടെ ഒന്ന് നോക്കാം. എല്ലാവരും കിതാബ് എടുക്കൂ. അഹ്കാമുൽ ഇസ്ലാമിൽ ഷത്റുൽ ഈമാൻ എന്ന ചാപ്റ്ററിലെ 2ാമത്തെ പാരഗ്രാഫ് ഉസ്താദ് വായിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കൈവച്ച് കേൾക്കണം കേട്ടോ. ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. വീട്, പരിസരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. അത് പറഞ്ഞു അല്ലേ? വീട്, വസ്ത്രം, ശരീരം, പരിസരം ഒക്കെ ശുദ്ധിയുള്ളതാവണം. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. കൈവെക്കുന്നുണ്ടോ? ഒരാൾ അങ്ങോട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടല്ലോ. വെറുതെ നോക്കിപ്പോയതാ അല്ലേ? കിതാബിലേക്ക് തന്നെ നോക്കൂ കേട്ടോ. എന്നിട്ട് കൈവെക്കണേ. അശുദ്ധി 2 വിധമുണ്ട്, ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. വുളു ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും, കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും. എന്തൊക്കെയാണ് ഇപ്പോൾ പഠിച്ചത് മക്കളെ? സിമ്പിളാണല്ലേ? വീടും പരിസരവും വസ്ത്രമൊക്കെ ശുദ്ധിയാക്കണം അല്ലേ? വേണം. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്, നിബന്ധനയാണ്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം ശരിയാവുമോ? ഇല്ല. അശുദ്ധി എത്ര വിധം? 2, ചെറുത് വലുത്. ഓക്കെ, എല്ലാവരും നല്ലോണം ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഇനി 9ാമത്തെ പേജ് എല്ലാവരും എടുത്തോ. വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണേ കേട്ടോ. ഉസ്താദുമാർക്ക് കൃത്യമായി ചെയ്ത് അയച്ചു കൊടുക്കണം കേട്ടോ. നുജീബ്, നമുക്ക് ആൻസർ എഴുതാം. നുജീബ് കണ്ടോ? 1, ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? ആരെല്ലാമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ പറയണ്ട. നിങ്ങളെന്ത് ചെയ്യുക? വളരെ വൃത്തിയിൽ ഇവിടെ എഴുതുക കേട്ടോ. ആരൊക്കെയാണ് ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുക എന്നുള്ളത് അല്ലേ? എവിടെയെല്ലാം ശുദ്ധി വേണം? എവിടെയൊക്കെയാണ് വേണ്ടത്? വിളിച്ച് പറയണ്ട ആരും, എഴുതിയിട്ട് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അശുദ്ധി എത്ര വിധമുണ്ട്? ഏതെല്ലാം? അറിയൂലേ? അശുദ്ധി എത്ര വിധമുണ്ട്? പറയുന്നുണ്ട്. എഴുതിയാൽ മതി കേട്ടോ. എഴുതിയിട്ട് നിങ്ങൾ ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുക. ഉസ്താദുമാർ അത് ശരിയിട്ട് നിങ്ങൾക്കതിൻ്റെ മാർക്കൊക്കെ തരും കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിയുള്ള മക്കളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات
والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة